വെൽക്കം ടു അനൂസ് ലേണിംഗ് ഏരിയ. അടുത്ത പോർഷൻ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ ഇക്കോ ടൂറിസം എന്ന് പറയുന്ന പോർഷനാണ്. ഇക്കോ ടൂറിസം ഈസ് എ ന്യൂ ടൂറിസം അപ്രോച്ച് ദാറ്റ് പ്രൊട്ടക്ട് നാച്ചുറൽ ഏരിയാസ്, കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് ഇക്കോസിസ്റ്റം ഇൻറ്റഗ്രിറ്റി. പ്രകൃതിദത്ത പ്രദേശങ്ങൾ, സാംസ്കാരിക പ്രകൃതി ചരിത്രങ്ങൾ, പരിസ്ഥിതി വ്യവസ്ഥയുടെ സമഗ്രത എന്നിവ സംരക്ഷിക്കുന്ന ഒരു പുതിയ ടൂറിസം സമീപനമാണ് ഇക്കോ ടൂറിസം എന്ന് പറയുന്നത്. പ്രകൃതിക്ക് യാതൊരുവിധ ദോഷവും കോട്ടവും തട്ടാത്ത രീതിയിൽ പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടിട്ടുള്ള ഒരു ടൂറിസത്തിനെയാണ് ഇക്കോ ടൂറിസം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ജനറേറ്റ് ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഫോർ നാച്ചുറൽ റിസോഴ്സസ്, കൺസർവേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ വിച്ച് ബെനിഫിറ്റ്സ് ദ ലോക്കൽ കമ്മ്യൂണിറ്റി. പ്രകൃതിയിൽ നിന്നുള്ള സാമ്പത്തിക അവസരം അവിടുത്തെ ജനങ്ങളിലേക്ക് സൃഷ്ടിക്കപ്പെടുന്നു. ഇക്കോ ടൂറിസം പദ്ധതിയായിട്ട് ഉള്ളൊരു ടൂറിസം മുന്നോട്ടേക്ക് പോകുമ്പോൾ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കാതെ അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഡെവലപ്പ് ചെയ്തെടുക്കുകയും അതവിടെ സാധാരണക്കാരായിട്ട് ആ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഇക്കോ ടൂറിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇക്കോ ടൂറിസം ഈസ് ബേസ്ഡ് ഓൺ നേച്ചർ, ഈസ് എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ, പ്രൊമോട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ബെനിഫിറ്റ് ഫോർ ലോക്കൽ കമ്മ്യൂണിറ്റി. പ്രാദേശിക സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ അവിടുത്തെ വിഭവങ്ങളെ സംരക്ഷണം നടത്തുകയും വിഭവങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും പരിസ്ഥിതി സുസ്ഥിരമാക്കുകയും പരിസ്ഥിതിക്ക് ദോഷം തട്ടാത്ത രീതിയിൽ അതോടൊപ്പം തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്ന രീതിയിലുമുള്ള ഒരു ടൂറിസത്തിനെയാണ് ഇക്കോ ടൂറിസം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യ ഹാസ് എ വൈഡ് റേഞ്ച് ഓഫ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ദാറ്റ് വിൽ നോട്ട് ഓൺലി റിലാക്സ് ബട്ട് ഓൾസോ റീജനുവേറ്റ് വിസിറ്റേഴ്സ്. ഇന്ത്യയിൽ പല രീതിയിലുള്ള ടൂറിസം ഏരിയകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ റിലാക്സേഷന് വേണ്ടി മാത്രമല്ല പോകുന്നത്, മറിച്ച് വിസിറ്റേഴ്സിനെ റീജനുവേറ്റ് ചെയ്യുക, ഒരു പുനരുജ്ജീവിപ്പിക്കാനും കൂടിയിട്ട് ഒന്ന് ഉണർത്താൻ കൂടെ വേണ്ടിയിട്ടാണ്, ഒരു ഉണർവ് നൽകാൻ കൂടെ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ഒരു ടൂറിസത്തിനെയാണ് ഇക്കോ ടൂറിസം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സം പോപ്പുലർ ഡെസ്റ്റിനേഷൻസ് ഇൻക്ലൂഡ് ദ ഹിമാലയ റീജിയൻ, കേരള, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡ്സ് ആൻഡ് ദ ലക്ഷദ്വീപ് ഐലൻഡ്സ്. ഇതിൽ പോപ്പുലറായിട്ടുള്ള ഡെസ്റ്റിനേഷൻസിൽ പെടുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഹിമാലയ പർവ്വതങ്ങളെ ഉൾപ്പെടുന്ന പ്രദേശം, കേരളം, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ, ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ്, കൂടാതെ ലക്ഷദ്വീപ് ഐലൻഡ്സ് ഒക്കെ ഇത്തരത്തിലുള്ള ഇക്കോ ടൂറിസം പ്രൊജക്റ്റുകൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇനി കേരളത്തിലുള്ളതാണ് തെന്മല. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനാണ്. ഇവിടെ അതേപോലെ തന്നെയുള്ള ഒന്നാണ് സൈലൻറ്റ് വാലി. ഇന്ത്യയിൽ ഉൾപ്പെടുന്നതാണ്. ഉഷ്ണമേഖല നിത്യഹരിതവനം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. പശ്ചിമഘട്ട മലനിരകളിലെ ഒരു നാഷണൽ പാർക്കാണ് സൈലൻറ്റ് വാലി. ഇതൊക്കെ പരിസ്ഥിതി സൗഹാർദ്ദം പുലർത്തുന്ന ഇക്കോ ടൂറിസം പ്രൊജക്റ്റിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. ദ പാർക്ക് ഈസ് എ പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഫോർ നാച്ചുറൽ ലവേഴ്സ്, വൈൽഡ് ലൈഫ് എന്തൂസിയാസ് ആൻഡ് ഇക്കോ ടൂറിസ്റ്റ്. ഈ തെന്മലയും സൈലൻറ്റ് വാലിയിലൊക്കെ എത്തിപ്പെടുന്ന ആളുകൾക്ക് പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേർന്ന് പരിസ്ഥിതിക്ക് ദോഷം തട്ടാത്ത രീതിയിലുള്ള ഒരു ടൂറിസമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യസ് ജോഗ്രഫി ഈസ് റിച്ച് ഇൻ ഫ്ലോറ ആൻഡ് ഫോണ. ഇന്ത്യയുടെ ഒരു ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് ധാരാളം ജൈവവൈവിധ്യം, ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൈവവൈവിധ്യമാണ്, ജൈവ സസ്യ വൈവിധ്യമാണ്. ഇത് വളരെയധികം ഡിഫറെൻ്റായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ഇന്ത്യ. The establishment of wildlife areas and national parks has boosted the growth of wildlife resources, which had previously been depleted due to king's hunting. ആദ്യകാലങ്ങളിലൊക്കെ രാജാക്കന്മാരുടെ വേട്ടയാടൽ കൊണ്ടൊക്കെ പല തരത്തിലുള്ള സ്പീഷീസൊക്കെ നഷ്ടപ്പെട്ടിരുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് ഇക്കോ ടൂറിസം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റുകൾ കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് പല പ്രദേശങ്ങളും സംരക്ഷിത പ്രദേശങ്ങളായി മാറുകയും ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് റിസോഴ്സ് സമ്പന്നമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ നിലവിൽ 80 നാഷണൽ പാർക്കുകളും 441 വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഈ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് നിലവിലുണ്ട്. ഇതൊക്കെ ടൂറിസ്റ്റ് പ്ലേസസും കൂടെയാണ്. നമുക്ക് ഈ ടൂറിസ്റ്റ് പ്ലേസസ് നമുക്ക് സന്ദർശിക്കാവുന്നതും അവിടെ യാതൊരുവിധ കോട്ടവും തട്ടാത്ത രീതിയിൽ നമുക്ക് ആസ്വദിക്കാവുന്നതുമാണ്. അടുത്തൊരു കൺസെപ്റ്റാണ് സസ്റ്റൈനബിൾ ടൂറിസം. Sustainable tourism as defined by the UN Environment Programme and the UN World Tourism Organization is a tourism approach that takes into account in economic, social and environmental impacts while also meeting the needs of visitors, industry and environment and host communities.
UN-ൻ്റെ എൻവയോൺമെൻറ്റ് പ്രോഗ്രാമും UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷനും നിർവചിച്ചിരിക്കുന്നത് സുസ്ഥിര വിനോദസഞ്ചാരത്തെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. സന്ദർശകർ, വ്യവസായം, പരിസ്ഥിതി, ഈ ടൂറിസം നിലനിൽക്കുന്ന ആ ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷനുള്ള ഏരിയ, ഇവയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം തന്നെ സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും കൂടെ കണക്കിലെടുക്കുന്ന ഒരു തരത്തിലുള്ള ടൂറിസത്തിനോടുള്ള സമീപനത്തിനെയാണ് സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത്. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന വേർഡ് എന്താ നമുക്കറിയാവുന്നതാണ്. സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. പരിസ്ഥിതിക്ക് യാതൊരുവിധ ദോഷവും തട്ടാത്ത രീതിയിൽ ഇപ്പോഴത്തെ വിഭവങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ചൂഷണം ചെയ്യാത്ത രീതിയിൽ ഉപയോഗിക്കുകയും വരുന്നൊരു തലമുറയ്ക്ക് വേണ്ടി കരുതി വയ്ക്കുകയും ചെയ്യുന്നൊരു വികസനമാണ് സുസ്ഥിര വികസനം. ഇവിടെ ടൂറിസം എന്ന് പറയുമ്പം നമ്മൾ ആ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സഞ്ചരിക്കുകയും അതിനെ വരുന്ന തലമുറയ്ക്കും കൂടെ അതിനെ നീക്കി വയ്ക്കുകയും കൂടെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടൂറിസമായിട്ടാണ് ഇവിടെ സസ്റ്റൈനബിൾ ടൂറിസത്തെ നിർവചിച്ചിരിക്കുന്നത്. അതായത് ടൂറിസം ഡെസ്റ്റിനേഷൻ ഉള്ള ഏരിയയിലുള്ള കമ്മ്യൂണിറ്റിയെ ബാധിക്കാതെയും ആ ഏരിയയിലുള്ള ജനങ്ങളെ യാതൊരു വിധത്തിൽ ബുദ്ധിമുട്ടിക്കാതെയും അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധിക്കുകയും ആ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പരിസ്ഥിതിക്ക് പ്രശ്നങ്ങളില്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ടൂറിസത്തിനെയാണ് സസ്റ്റൈനബിൾ ടൂറിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ന് ഈ സസ്റ്റൈനബിൾ ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. The UN's WTO's guideline and management practices apply to all type of tourism, both mass and niche tourism. Sustainability principles emphasize environmental, economic, and socio-cultural considerations, necessitating a balance to ensure long-term sustainability. ഇവിടെ UN-ൻ്റെ മാർഗനിർദ്ദേശപ്രകാരം മാനേജ്മെൻറ്റ് രീതികളും എല്ലാത്തരം വിനോദസഞ്ചാരത്തിനും ബാധകമാണ്. സുസ്ഥിരത തത്വങ്ങൾ പരിസ്ഥിതി, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക പരിഗണനകൾക്ക് ഊന്നൽ നൽകുന്നുണ്ട്. ദീർഘകാല സുസ്ഥിരത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയിലൂടെ പോകുന്നൊരു ടൂറിസത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സസ്റ്റൈനബിൾ ടൂറിസം ഷുഡ് മാക്സിമൈസ് എൻവയോൺമെൻറ്റൽ റിസോഴ്സസ്, protect natural heritage and biodiversity, respect host communities, socio-cultural authenticity and ensure long-term economic viability. ഇവിടെ സസ്റ്റൈനബിൾ ടൂറിസം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഹോസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കാത്ത രീതിയിൽ വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെയാണ് അവിടെയും യൂസ് ചെയ്യുന്നത്. ദോഷങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇവിടെ ടൂറിസം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. സുസ്ഥിര വിനോദസഞ്ചാരം പരിസ്ഥിതി വിഭവങ്ങൾ പരമാവധിയാക്കുകയും പ്രകൃതി പൈതൃകവും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുകയും ആതിഥേയ സമൂഹങ്ങളുടെ സാംസ്കാരിക, സാമൂഹിക ആധികാരികതയെ നമ്മൾ മാനിക്കുകയും ദീർഘകാല സാമ്പത്തിക ലാഭം അതിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ടൂറിസം ആണ് സസ്റ്റൈനബിൾ ടൂറിസം. It should respect their built and living cultural heritage, promote intercultural understanding and tolerance, and ensure equitable distribution of socio-economic benefits such as stable environment, income, social services, and poverty alleviation. This approach promotes sustainable tourism and overall development. സാംസ്കാരിക പൈതൃകത്തെ മാനിക്കുകയും സാംസ്കാരിക ധാരണയും സഹിഷ്ണുതയും പ്രോത്സാഹിപ്പിക്കുകയും സുസ്ഥിരമായ ഒരു തൊഴിൽ, വരുമാനം, സാമൂഹിക സേവനം, ആ വരുമാനത്തിലൂടെ ഉണ്ടാകുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമ്പത്തിക സാമൂഹിക ആനുകൂല്യങ്ങളുടെ തുല്യമായ വിതരണം ഉറപ്പാക്കുകയൊക്കെ സുസ്ഥിര വികസനത്തിലൂടെ അല്ലെങ്കിൽ സുസ്ഥിര വിനോദസഞ്ചാരത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്ന ഒന്നാണ്. സുസ്ഥിര വിനോദസഞ്ചാരം നടപ്പിലാക്കണമെങ്കിൽ വികസനം കൈവരിക്കുന്നതിന് വളരെയധികം ജനപ്രതിനിധികളുടെ പങ്കാളിത്തം ആവശ്യമാണ്. ഒരു രാഷ്ട്രീയ നേതൃത്വം ഇവിടെ ആവശ്യമാണ്. ആരാണോ ഭരിക്കുന്നത് ആ നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് എഫേർട്ട് ഇടേണ്ടതായിട്ട് ഉണ്ട്. ആഘാതങ്ങൾ നിരീക്ഷിക്കുന്നതിനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും ഉയർന്ന തലത്തിൽ വിനോദസഞ്ചാരികളെ തൃപ്തിപ്പെടുത്തുന്നതിനും ആയിട്ടുള്ള ഒരു തുടർച്ച പ്രക്രിയയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്ന സുസ്ഥിര വിനോദസഞ്ചാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ സുസ്ഥിര വിനോദസഞ്ചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആതിഥേയത്വം നടത്തുന്ന കമ്മ്യൂണിറ്റിയെ ബാധിക്കാതെ അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുകയും വരുന്ന വിനോദസഞ്ചാരികൾക്ക് വളരെ നല്ല രീതിയിൽ ആ സ്ഥലത്തെ എൻജോയ് ചെയ്ത് പോകാനും അതോടൊപ്പം പ്രകൃതിക്ക് യാതൊരുവിധ ദോഷവും തട്ടാത്ത രീതിയിൽ അവിടുത്തെ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുകയും ചെയ്യുന്നതിനെയാണ് സുസ്ഥിര ടൂറിസം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ഒന്നാണ് മെഡിക്കൽ ടൂറിസം.
വൈദ്യപരിചരണത്തിനായി സ്വന്തം രാജ്യത്തിന് പുറത്ത് യാത്ര ചെയ്യുന്നതിനെയാണ് മെഡിക്കൽ ടൂറിസം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. രോഗികൾ പലപ്പോഴും ചെലവ് കുറഞ്ഞ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. എവിടെയാണോ ചെലവ് കുറഞ്ഞ രീതിയിൽ ചികിത്സാ സൗകര്യം ലഭിക്കുന്നത് ആ ഏരിയ ആയിരിക്കും ചികിത്സയ്ക്ക് പോകുന്ന ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യ ഹാസ് ബീൻ എ പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഫോർ മെഡിക്കൽ ടൂറിസം ഫോർ ഓവർ എ ഡെക്കേഡ്. ഇന്ത്യ ഒരു ദശാബ്ദത്തിലായിട്ട് മെഡിക്കൽ ടൂറിസത്തിൽ ഒരു ജനപ്രിയ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. ഏകദേശം 2019 മാത്രം ഏകദേശം 6 to 7 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ, ഈ വിദേശ വിനോദസഞ്ചാരികൾ ടൂറിസം മേഖലയിൽ വന്നിട്ടുണ്ട്. അത് മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. India's medical tourism industry is growing in popularity due to its competitive pricing, high quality medical treatments and low living cost. മത്സരാധിഷ്ഠിതമായിട്ടുള്ള വിലനിർണ്ണയം, ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ ചികിത്സകൾ, കുറഞ്ഞ ജീവിത ചെലവ് എന്നിവ കാരണം ഇന്ത്യയുടെ മെഡിക്കൽ ടൂറിസം വ്യവസായം ജനപ്രീതിയിൽ വളരെയധികം ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആഗോള വിപണി വിഹിതത്തിൻ്റെ 20% വരുന്ന ഈ മേഖല 2020 $9 മില്യൺ മൂല്യമാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 2020 കഴിഞ്ഞു, നമുക്കറിയാം ഈ മൂല്യമാറ്റം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വിനോദസഞ്ചാര മേഖലയിൽ വളരെയധികം ഉയർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ദ ഗവൺമെൻറ് ഹാവ് സപ്പോർട്ടഡ് growth through public policy such as National Health Policy of 2002, the Ministry of Tourism Promotion and Holistic Health Care Services. 2020 ദേശീയ ആരോഗ്യ നയം, ടൂറിസം മന്ത്രാലയത്തിൻ്റെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ എന്നിവ പോലുള്ള പൊതുനയത്തിലൂടെ സർക്കാർ വളർച്ചയെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നതിന് വളരെയധികം ഒരു സാധ്യത ഇന്ത്യയിലുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ വിസ അപേക്ഷ പ്രക്രിയ ലളിതമാക്കി, ഈ വിസകൾ കൂടുതൽ എളുപ്പമാക്കി. ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് ആരോഗ്യ ടൂറിസത്തിന് വരുന്നവർക്ക് ഒരു വിസ കിട്ടുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യവുമില്ല. എല്ലാം ഈസി ഗോയിങ് ആയിട്ട് നടക്കുന്നൊരു സാഹചര്യം നമ്മുടെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന ആളുകളെ, പേഷ്യൻസിനെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ രോഗികളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുന്നതിനും വേണ്ടിയിട്ട് മികച്ച ആശുപത്രികളുണ്ട്. ആശുപത്രികളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അക്രഡിറ്റ് ചെയ്യുന്ന സ്കീമുകളുമുണ്ട്. അപ്പോൾ ഒരു വിദേശത്തുള്ളൊരു രോഗി ഇവിടെ വന്ന് ചികിത്സ തേടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നല്ല നിലവാരമുള്ള ഹോസ്പിറ്റലുകളായിരിക്കും ചൂസ് ചെയ്യുക. അപ്പോൾ നിലവാരമുള്ള ഹോസ്പിറ്റലുകളെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ടൂറിസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യിക്കും. ഈ രീതിയിലൊക്കെ മെഡിക്കൽ ടൂറിസം വളരെയധികം ഇങ്ങോട്ടേക്ക് പോപ്പുലാരിറ്റി നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് ടൂറിസമാണ് സബ്ബായിട്ട് വരുന്നത്.